നമസ്കാരം. നമ്മൾ റീസെൻ്റ്ലി പണി കഴിപ്പിച്ച 1629 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 3 ബെഡ്റൂം വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇതൊരു കണ്ടംപററി ബോക്സ് ടൈപ്പ് എലിവേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. റോഡിൽ നിന്ന് അത്യാവശ്യം സെറ്റ് ബാക്ക് വിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് ബോക്സ് ടൈപ്പ് എലിവേഷൻ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് ഇണങ്ങുന്ന രീതിയിലാണ് ഒരു ലൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബോർഡറുകളെല്ലാം വൈറ്റ് കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാൽക്കണി ഹാൻഡ് റെയിൽസ് ടഫൻ ഗ്ലാസ് ആണ്, 10 mm ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഈ കാണുന്ന ഡോർസ് വിൻഡോസ് എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് തേക്ക് വുഡും ബാക്കിയെല്ലാം ആഞ്ഞിലിയും പ്ലാവിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഒരു 3 പാളി ജനലാണ്. ഇതിൽ സ്ക്വയർ പൈപ്പ് ആണ് ഹൊറിസോണ്ടലായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ജാലിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഷട്ടറുകളെല്ലാം പ്ലാവിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം എല്ലാം ആഞ്ഞിലിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിലേക്ക് വന്നാൽ ഇതിപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെപ്പോത്ര ഫിനിഷിൽ തന്നെ വരുന്ന ഒരു 15 mm സൈസിലുള്ള 6x4 സൈസിലുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് തന്നെയാണ് ഇതിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. സ്കേർട്ടിങ്ങും എല്ലാം ആ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ വിൻഡോ ഷട്ടറുകൾ ഇത് ആഞ്ചലിയും പ്ലാവും തന്നെയാണ്. ഇതിൽ ഗ്രെയിൻസ് വരച്ചെടുത്തിട്ട് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്, ടീക്കിന്റെ ആ ഒരു ഫിനിഷ് തന്നെ കിട്ടാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് ഡോറ് നാച്ചുറൽ തേക്ക് തന്നെയാണ്. ഈ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ, പിന്നെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചെറിയൊരു സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൂ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് 9 ഇഞ്ച് വിഡ്ത്തിലുള്ള കട്ടളയാണ്. അതായത് വോൾ തിക്നെസിന്റെ സെയിം വിഡ്ത്തിൽ തന്നെയാണ് ഇതിന്റെ കട്ടള കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിമെന്റ് ബ്രിക്ക് കൊണ്ടാണ് ഇതിന്റെ സ്ട്രക്ചർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം ബ്രിക്ക് ആകുമ്പോൾ, സിമെന്റ് ബ്രിക്ക് ആകുമ്പോൾ ഏകദേശം 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രിക്കിന്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ വിഡ്ത്തിൽ തന്നെയാണ് ഇതിന്റെ കട്ടളയും കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ലിവിംഗ് ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലാണ് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ അതിനെ ഒരു സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ഇതെല്ലാം. അതൊരു വുഡൻ ഫിനിഷിലുള്ള പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതും PVC പാനലിംഗ് ആണ്. ലുവർ പാനലാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഹാൻഡിങ് ഓവർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു ചാവി ഹാൻഡിങ് ഓവറിന്റെ ഇതാണ് ഇത് കാണുന്നത്. ഇതിന്റെ ബോക്സും എല്ലാം ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 4x2 സൈസിലുള്ള ടൈൽസ് ആണ്. ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ഒരു ബ്ലൂവും ഒരു ആഷ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ലൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ ഒരു L ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ, ഇവിടെ ഒരു 3 പാളി വിൻഡോ. ആവശ്യത്തിന് നമ്മൾ ക്രോസ് വെന്റിലേഷൻ ഒക്കെ വരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ട് കോവ് ലൈറ്റ്, അതുപോലെ സ്പോട്ട് ലൈറ്റ്, LED സ്ട്രിപ്പ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് ഇതിന്റെ സീലിംഗും ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നേരെ നമ്മളൊരു സൈഡിലായിട്ടാണ് ഒരു L ഷേപ്പിലാണ് ഡൈനിങ് റൂം. അവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്പേസ് ആണ് ഡൈനിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഇതൊരു 12 അടി സൈസിലുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രീതിയിൽ എലിവേഷനിൽ വരുന്ന വിൻഡോസ് ആണ്, ഒരു 3 പാളി വിൻഡോസ്. ഇവിടെ ഒരു 3 പാളി, ഇത് ഫ്രഞ്ച് വിൻഡോ, ഇത് നോർമൽ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്രോസ് വെന്റിലേഷൻ ഇവിടെ കിട്ടുന്ന രീതിയിലാണ്. ഇവിടെ കബോർഡിനുള്ള സ്പേസ് ആണ്. ഇതൊരു 3 ഡ്രോപ്പ് കബോർഡാണ്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, കോമൺ ടോയ്ലറ്റ് ആണ്. ഇവിടെ നിന്ന് നേരെയാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത് FRPയുടെ ഫൈബർ ഡോർസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സുകളും ടൈലുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4x2 ടൈൽസ് ആണ്, ഒരു ആഷ് കളർ ടൈൽസ് ആണ്. ഇവിടെ ഒരു ഹൈലൈറ്റർ ആയിട്ട് ഇലയുടെ ഡിസൈൻ ഉള്ള ഒരു ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ്, വാഷ് ബേസിന്, ഹോൾ മിക്സർ, ഷവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് ഇതിന്റെ ടോയ്ലറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഇവിടെയാണ് ഡൈനിങ് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിനാണ്. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ്, ജോൺസന്റെ വാഷ് ബേസിനാണ്. ഇത് ലോങ് ബോഡി ടാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് ഉള്ള. ഒരു മിറർ, പാനലിംഗ്, ഇതെല്ലാം PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയർ ചെയ്ത് കൗണ്ടർ ടോപ്പ് ആയിട്ടാണ് ഇതിന്റെ ഡൈനിങ് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ എല്ലാം ഡോർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലാവിന്റെ ഷട്ടറാണ്, പ്ലാവിന്റെ തടിയാണ്. ഇതിൽ ഡിസൈൻ ഗ്രൂ കട്ട് ചെയ്തിട്ട് ആ ഒരു പാറ്റേണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നേരെ ഈ ബെഡ്റൂമിലേക്ക് വന്നാൽ ഇതും മറ്റു ബെഡ്റൂമിന്റെ പോലെ തന്നെ ഒരു 12 അടി സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന്റെ ഫ്ലോർ ടൈല് ഒറ്റ ടൈല് തന്നെയാണ്. ലിവിംഗ്, ഡൈനിങ്, ബെഡ്റൂംസ് എല്ലാം ആ ഒറ്റ ടൈല് തന്നെ, 4x2 ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാറ്റേണിൽ അപ്പോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ബേ വിൻഡോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു സീറ്റിംഗ് കിട്ടുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ബേ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെ ഒരു 3 ഡോർ കബോർഡ് വന്നിട്ടുണ്ട്.
ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇതിന്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഫൈബറിന്റെ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാം ഇതും ആ ഒരു ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ടൈല് തന്നെയാണ്. വേറൊരു ഹൈലൈറ്റർ മാത്രം, വേറെ ഒരു ഹൈലൈറ്റർ ആണ് കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇൻവെർട്ടർ കാര്യങ്ങളല്ല ഇതിന്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് ഇതിന്റെ ലാൻഡിങ്ങിന്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഡോർസുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിലെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒരു വുഡൻ ഫിനിഷിലുള്ള റെയിലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടൈൽസ് എല്ലാം ഈ സ്റ്റെയർ കേസിന് വേണ്ടിയുള്ള റെഡിമെയ്ഡ് ടൈൽസ് ആണ്, ഫുൾ ബോഡി ടൈൽസ് ആണ് ഇതിന്റെ ടോപ്പ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ റൈസർ എല്ലാം ആ മെയിൻ ഫ്ലോർ ടൈലിന്റെ തന്നെ ടൈലാണ് ഇതിന്റെ റൈസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ നേരെ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. ആ സെയിം ടൈല് തന്നെയാണ്, പക്ഷെ ഇത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ്. ആ സെയിം ഡിസൈനിൽ തന്നെയുള്ള ടൈലാണ്, 4 ഗ്രണ്ടിന്റെ ടൈൽസ് ആണ്. പക്ഷെ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്, മറ്റേത് ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ വേറെ വർക്ക് ഏരിയ ആയിട്ടില്ല. ഇവിടുന്ന് കിച്ചണിൽ നിന്ന് തന്നെയാണ് പുറത്തേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് പാറ്റേണിലുള്ള കിച്ചൺ ആണ്. ഇത് ടോപ്പ് ഗാലക്സി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക്, ഇവിടെ ഹുഡ് ആൻഡ് ഹോബിനുള്ള സ്പേസ്, ഒരു മിനിമൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്കുള്ള കബോർഡ്, ഏറ്റവും ടോപ്പിൽ വരുന്ന ലോഫ്റ്റ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു മൊറാക്കോ ഫിനിഷിലുള്ള ക്ലാഡിംഗ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു എല്ലാം കൊണ്ടും ഒരു ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റെയറും കയറി നമ്മൾ മുകളിലേക്ക് വന്ന ഫസ്റ്റ് ഫ്ലോറിലെ റൂമാണ്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതൊരു ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, നമുക്ക് പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇവിടുന്ന് ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വരുന്ന ഒരു ചെറിയൊരു ലിവിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ആ ഒരു ബാൽക്കണിയാണ്. ഇവിടെ ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റീലാണ് ഇതിന്റെ റെയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്, 10 mm ഗ്ലാസ് ആണ്. ഇവിടെ എല്ലാം ആ സെയിം ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്, പുറത്തേക്കുള്ള ഒരു വ്യൂ ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഇവിടുത്തെ ഒരു ബെഡ്റൂം നോക്കിയാൽ, ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇവിടുത്തെ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ആ താഴത്തേന് സമാനമായിട്ടുള്ള ടൈലിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. വോൾ ക്ലാഡിങ്, ആ ഒരു ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ്, വാഷ് ബേസിന്, വോൾ മിക്സർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നമ്മുടെ ഒരു ഫസ്റ്റ് ബെഡ്റൂമിന്റെ ആ സെയിം സൈസിൽ തന്നെയാണ് ഇവിടെയും ആ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഒരു 3 പാളി ആ എലിവേഷനിൽ വരുന്ന തന്നെ ഫ്രണ്ട് വിൻഡോ എവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 ഡോറിന്റെ കബോർഡും കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഫ്ലോർ ടൈലും കാര്യങ്ങളിലാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറുമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് ഏകദേശം 1629 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂം വീടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം കോസ്റ്റ് ആയത് സ്ക്വയർ ഫീറ്റിന് 2300 രൂപ വെച്ചാണ്. നിലവിൽ നമ്മൾ ഇപ്പോൾ 1 വർഷത്തിന് മുമ്പുള്ള ഒരു അഗ്രിമെന്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഇന്റീരിയർ കാര്യങ്ങളില്ല, ബാക്കി എല്ലാ വർക്കുകളും പെയിന്റിങ്, ടൈലിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ മൊത്തം അടക്കമുള്ള വർക്കാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കുറച്ചും കൂടെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 100-150 രൂപ, 200 രൂപ വരെയൊക്കെ സ്ക്വയർ ഫീറ്റിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള റേറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മെറ്റീരിയലിന്റെ റേറ്റും ലേബർ കോസ്റ്റും ഒക്കെ ഈ കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഇപ്പം കൂടി. ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഒരു കാര്യമാണ്, മുമ്പ് ചെയ്ത ഒരു വർക്കിന്റെ വെച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.